إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതം അവൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിൻ്റെ ശേഷം 3 ഘട്ടങ്ങളായിട്ടാണ് മനുഷ്യൻ അവൻ്റെ ജീവിതം നയിക്കുന്നത്, അതല്ലെങ്കിൽ അവൻ ജീവിക്കേണ്ടത്. ഒന്ന്, മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് ആത്മാവ് വേർപ്പെടുന്നത് വരെയുള്ള ജീവിതം എന്ന് പറയുന്ന ദുന്യവിയായ അഥവാ ഇഹലോക ജീവിതം, ഈ ലോക ജീവിതം. ഇതാണ് ഒരു ഘട്ടം. രണ്ടാമത്തേത്, ആ ആത്മാവ് വേർപ്പെട്ടതിൻ്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയിലായി കഴിഞ്ഞുകൂടുക എന്ന് ഖുർആൻ പറഞ്ഞ ബർസഖ്, അതാണ് രണ്ടാമത്തെ ഘട്ടം. 3, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതൽ അഥവാ പുനർജനിപ്പിക്കപ്പെട്ടത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് സമ്പൂർണമായ ആഖിറത്തിലെ നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ഏറ്റുവാങ്ങിയും കൊണ്ട് സ്വർഗത്തിലോ നരകത്തിലോ കഴിഞ്ഞുകൂടുക. ഇതാണ് മൂന്നാമത്തേതെന്ന് പറയുന്ന ആഖിറത്ത്. മരണാനന്തരമുള്ള ജീവിതവും ആഖിറത്തിന്റെ തുടക്കമാണ്, ബർസഖ്. പക്ഷേ സമ്പൂർണമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത് വിചാരണക്കും അതേ പ്രകാരമുള്ള അള്ളാഹുവിൻ്റെ പ്രക്രിയകൾക്കും ശേഷമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞുകൂടുന്ന ഒന്നാമത്തെ ഘട്ടം
നമ്മുടെ മാതാപിതാക്കളിലും ഉപ്പമാരിലും ഉമ്മമാരിലും ഇന്ന് അവർ കഴിഞ്ഞുകൂടുന്ന ബർസഖി ഘട്ടം, ഇനി നമ്മളും കൂടെ ബർസഖിലേക്ക് ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷം ആഖിറത്തിലേക്ക് എത്തുന്ന മൂന്നാമത്തെ ഘട്ടം. ഇവിടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ചെയ്തതിൻ്റെ പ്രതിഫലം അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. അവിടെ വെച്ചുകൊണ്ട് പിന്നെ പ്രവർത്തനങ്ങളില്ല, വിചാരണ മാത്രമാണ്. ഇവിടെയാണ് പ്രവർത്തനമുള്ളത്, വിശ്വാസമുള്ളത്, കർമ്മമുള്ളത്. അതെല്ലാം ഇവിടെയാണ്. അപ്പൊ ഒന്നാം ഘട്ടമാകുന്ന ദുനിയാവിൽ വെച്ച് ഏറ്റവും നന്മയും തിന്മയും നിറഞ്ഞ, അതിലും നന്മയ്ക്കും തിന്മയ്ക്കുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവാം. അപ്പൊ നന്മയും തിന്മയും കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഈ ഒന്നാം ഘട്ടമാകുന്ന ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്തെങ്കിലേ 2-3 ഘട്ടങ്ങളിൽ നമുക്ക് മാന്യന്മാരായി, വിശിഷ്ടന്മാരായി, സ്വസ്ഥന്മാരായി, ശാന്തതയോടുകൂടെ കഴിഞ്ഞുകൂടുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കടുത്ത പരീക്ഷണമായി തീരും. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിബാർ, ദാറുൽ ഇഖ്തിബാർ, പരീക്ഷണാലയം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, ഇബ്തിലാഇന് വേണ്ടിയാകുന്നു മൗത്ത് ഹയാത്ത്, മൗത്ത് ഹയാത്ത്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ബർസഖിലും ആഖിറത്തിലും അങ്ങനെ ഒരു പരീക്ഷ അല്ല, അങ്ങനെ ഒരു പരീക്ഷണമല്ല, അത് ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് വേണ്ട ഏറ്റവും മുന്തിയത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. നാം തിരഞ്ഞെടുക്കേണ്ടത് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലത് മാത്രമായിരിക്കുക. തെറ്റാവാനേ പാടില്ല, തിന്മയാവാനേ പാടില്ല, ദൂഷിച്ചത് ചെയ്തുകൂടാ. കാരണം എന്താ? അത് അവിടെ സ്വീകരിക്കില്ല, അത് അവിടെ വിലപ്പോവില്ല. ഏറ്റവും നല്ലത് മാത്രം, അത് അതിന്റെ കാറ്റഗറി അനുസരിച്ച്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ത്വയ്യിബ് എന്ന പദമാണ് അതിന് അല്ലാഹുവും റസൂലും ഉപയോഗിച്ചത്. ത്വയ്യിബ് എന്നാൽ നല്ലത്, വിശിഷ്ടമായത്, മാന്യമായത് എന്നൊക്കെയാണ് ത്വയ്യിബിന്റെ അർത്ഥം. ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ നല്ലത് മാത്രമല്ലേ ദുനിയാവിൽ തിരഞ്ഞെടുക്കുന്നുള്ളൂ? വൈകുന്നേരങ്ങളിൽ ഒരു കാലിച്ചായ കുടിക്കുന്നവൻ നമ്മൾ ഇന്ന ഹോട്ടലിൽ പോവുക എന്ന് പറയുമ്പോൾ സുഹൃത്ത് പറയുകയാണ്, അവിടെ നല്ല ചായ അല്ല, ഇപ്പുറം പോവാൻ. ഇതിന്റെ അർത്ഥം എന്താ? നീ വൈകുന്നേരങ്ങളിൽ കുടിക്കുന്ന കാലിച്ചായയിൽ പോലും നീ നല്ലത് തിരഞ്ഞു നടക്കുന്നു. ചികിത്സ ഇവിടെ എവിടെയും കാണിക്കണ്ട, മംഗലാപുരത്തേക്ക് തന്നെ പോകണം, അവിടെയാണ് നല്ല ചികിത്സ. യാത്രാമധ്യേ നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കാം, കാരണം അവിടെയാണ് നല്ല ഭക്ഷണം, നല്ല ഊണ്, നല്ല നാസ്ത, നല്ല ചോറ്. മോക്ക് ഒരു ഭർത്താവിനെ കിട്ടണം, നമ്മൾ പറയലെന്താ? ആള് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല സൂപ്പർ ആളായിരിക്കണം, നല്ല ഈമാന്, തഖ്വ, പണം, സമ്പത്ത്, കുടുംബം, പാരമ്പര്യം എല്ലാം ഉള്ള ആളായിരിക്കണം, നല്ല ആളായിരിക്കണം. ഇനി മോനെ കൊണ്ട് കല്യാണം ഇങ്ങോട്ട് കഴിപ്പിക്കുകയാണെങ്കിലോ നല്ല തറവാട്ട് പറഞ്ഞ പെണ്ണായിരിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ഭംഗി വേണം. എന്താ ദുനിയാവിലെ കാര്യത്തിലെല്ലാം ഒരു നല്ല 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 എന്ന് പറയുന്ന മനുഷ്യൻ
ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ ആ നല്ല എന്നുള്ളതിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നത് എന്തുകൊണ്ട്? ഇവിടെയാണ് ബുദ്ധിയുള്ള, ചിന്തയുള്ള, അറിവുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് നല്ലതിലേക്ക് എത്തിപ്പെട്ട് നല്ലവനായി മരണപ്പെട്ട് നല്ലവനായി മലായികത്ത് ഏറ്റെടുത്ത് നല്ലവനായി അള്ളാഹിന്റെ മുമ്പിലെത്തി നല്ല മുന്തിയ വിലപിടിപ്പുള്ള സ്വർഗത്തിലെത്തുക. ദുനിയാവിൽ നല്ലവനായി ജീവിച്ചാൽ ദുനിയാവ് മുഴുവനും കൊടുത്താൽ ലഭിക്കാത്ത അള്ളാഹുവിന്റെ ഭവനമാകുന്ന ഏറ്റവും മുന്തിയത് എന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള ഏറ്റവും മുന്തിയ സ്വർഗം ലഭിക്കും. സ്വർഗം ഭയങ്കര വിലയാന്ന്. ദുനിയാവ് മുഴുവൻ കൊടുത്താൽ കിട്ടുമോ? എന്നാ പിന്നെ കൊടുത്തു നോക്കിയിരുന്നു, എങ്ങനെങ്കിലും ഉണ്ടാക്കി കയറ്റി. ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ഖുർആനിലും ഹദീസിലും കാണാം, ഭൂമിയിലുള്ളത് മുഴുവനും കൊടുത്തെങ്കിലും രക്ഷപ്പെടാമെന്നവർ ചിന്തിക്കും, ആഗ്രഹിക്കും. നരക ശിക്ഷ ലഭിക്കുമ്പോൾ എന്തേ കാരണം? സ്വർഗത്തിനോട് തുല്യമാകുന്ന ഒന്നുമില്ല, കൊടുത്ത് നോക്കലും ചിന്തിക്കുക മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലവരാവുക, വിശിഷ്ടന്മാർ. നമ്മുടെ റൂഹും നമ്മുടെ ജസദും, എന്തായി പറഞ്ഞത്, നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും വിശിഷ്ടന്മാരാവുക, നല്ല വിശ്വാസത്തിന്റെ ഉടമകളാവുക, നല്ല കർമ്മത്തിന്റെ ഉടമകളാവുക, നല്ല സ്വഭാവത്തിന്റെ ആളുകളാവുക, നല്ല സംസാരത്തിന്റെ ആളുകളാവുക, നല്ല സമ്പ്രദായത്തിന്റെ ആളുകളാവുക. എല്ലാം നല്ലത്, റൂഹും ജസദും. അപ്പം പിന്നെ നമുക്കൊരു സംശയമുണ്ട്, ഉസ്താദെ, ഇങ്ങനെയാണെങ്കിൽ ഈ ദുന്യാവിൽ കാണുന്നിടത്തെല്ലാം ദുഷിച്ചതാണല്ലോ കൂടുതൽ. ഗാനമേള നടക്കുകയാണെങ്കിൽ 3000 ആള് പങ്കെടുക്കേണ്ടവർക്ക് 10000 ആള്, കുലുമാലും ആഫീസത് അങ്ങനെ വേറെ. ഒരു ഖുർആന്റെ വയല് നടക്കാന്ന് 1000 ആള്. ഉറൂസ് ആണെങ്കിലോ ആളെ എണ്ണാൻ കഴിയില്ല, അല്ലേ? ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളോ ഫുസൂഖുകളോ നടക്കുന്നെങ്കിൽ അവിടെയെല്ലാം ആളുകൾ തടിച്ചുകൂടുന്നു. നല്ലതെന്ന് പറയുന്നതിന്റെ, ഖുർആനിന്റെ, ഹദീസിന്റെ, വഅലിന്റെ, ക്ലാസിന്റെ, ജമാഅത്തിന്റെ, ജുമുഅയുടെ നല്ലതെന്ന് ഖുർആനും ഹദീസും പറഞ്ഞതിൽ ആള് പറയുന്നു. അപ്പൊ നമുക്കൊരു സംശയമുണ്ട്, ഇതിൽ ഭേദം നല്ലത്. അതിന് മറുപടി അള്ളാഹ് എന്നെ പറഞ്ഞോട്ടെ, ഞാൻ പറയണ്ട. അതിന് മറുപടി അള്ളാഹു തന്നെ പറഞ്ഞോട്ടെ. സൂറത്ത് മാഇദയിൽ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. കുൽ, നീ നബിയെ നിങ്ങൾ പറയുക, ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. നല്ലത് നല്ലതാണ്, ചീത്ത ചീത്തയാണ്. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ദുഷിച്ചതിന്റെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തുന്നെങ്കിലും അവിടെയാണല്ലോ ആള് കൂടുതൽ. ഉറൂസിനാണല്ലോ ആളുകൾ കൂടുതൽ, ഉറൂസിന്റെ വേദനാണല്ലോ ആളുകൾ കൂടുതൽ, റാത്തീബിനാണല്ലോ ആളുകൾ കൂടുതൽ എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തണ്ട, നീ അതിൽ വഞ്ചിവനാവണ്ട. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ദുഷിച്ചതിന്റെ, തിന്മയുടെ ആധിക്യം നിന്നെ ഒട്ടും തന്നെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അതല്ല ശരി. ശരി എപ്പോഴും നന്മയാണ്. നന്മയിൽ ആള് കുറഞ്ഞാലും ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ നിങ്ങൾ തഖ്വയുള്ളവരാവണം. അവിടെ ബുദ്ധിയാണ് അള്ളാഹ് പറഞ്ഞത്. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബിയെ, ബുദ്ധിമാന്മാരെ. കാരണം ബുദ്ധിയുള്ളവനെ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ കഴിയൂ. സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവുന്ന് നല്ലത് തിരഞ്ഞെടുക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കൽ അനിവാര്യമാണ്.
അല്ലാണ്ട് വെറുതെ പറഞ്ഞല്ല ലഅല്ലക്കും തഅഖിലൂൻ, ലഅല്ലക്കും തദക്കറൂൻ, ലഅല്ലക്കും തഅലമൂൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ ഖുർആനിലും ഹദീസിലും വെറുതെ പറഞ്ഞതല്ല. അവലാ തഅലമൂൻ, അവലാ യഅലമൂൻ, ബൽ അക്സറുഹും ലാ യഅലമൂൻ. വെറുതെ പറഞ്ഞതല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ദുനിയാവെന്ന് പിയാപ്പിളിനെ തെരഞ്ഞെടുക്കുന്നവൻ നല്ല ചുഴിഞ്ഞ് അന്വേഷിക്കല്ലേ. ഇല്ലടോ, ഓനെ കൂട്ടുകിട്ട് എങ്ങനെയാന്ന്? ഓൻ വൈകുന്നേരങ്ങൾ എവിടെ ഉണ്ടാകല്? ഓൻ രാത്രി സുബഹി ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടാക്കണ്ടോ? ചുഴിഞ്ഞ് അന്വേഷിക്കല്ലേ. ആഹൃതന്റെ കാര്യം ഒന്ന് ചുഴിഞ്ഞ് അന്വേഷിച്ചുകൂടെ? ഒന്ന് പരതിക്കൂടെ? ഒന്ന് തെരഞ്ഞുകൂടെ? എന്നിട്ടൊന്ന് കണ്ടെത്തി ആ നന്മ പുൽകിയും കൊണ്ട് ആ ഏറ്റവും മുന്തിയ സ്വർഗം കരഗതമാക്കാൻ ശ്രമിച്ചുകൂടെ? ശ്രമിക്കാം. എന്നാലും ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം, നിങ്ങൾ വിജയികളായേക്കാം. സൂറത്ത് മാഇദയിൽ അല്ലാഹു പറയുകയുണ്ടായി. അപ്പൊ ബുദ്ധി കൊടുത്തുകൊണ്ടും പ്രമാണം വെച്ചുകൊണ്ടും ആലോചിച്ച് നന്മയിലെത്തണം. അതിനെന്താ വഴി? അതിന് നമ്മൾ പറയുന്ന ഖുർആനിലേക്ക് മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി ധാരാളം ഉപമകൾ പറയുന്നുണ്ട്, ധാരാളം അംസിലത്തുകൾ, മിസാലുകൾ. ലറബല്ലാഹു മസലൻ, അല്ലാഹു ഇതാ ഒരു ഉപമ വിവരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്ന അത് പ്രമാണമാണ്. ആ പ്രമാണത്തിൽ നമ്മുടെ അഖ്ല്, ബുദ്ധിയും കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടും. ആ സത്യം, ആ നന്മ നീ ഏറ്റെടുക്കും. അപ്പം നിനക്ക് സ്വർഗം കിട്ടും. ബോധ്യപ്പെട്ടിട്ടും നിങ്ങളെ കൂട്ടത്തിൽ ആളുകൾ കുറവാണല്ലോ. ബോധ്യപ്പെട്ടിട്ടും നിങ്ങളെ കൂട്ടത്തിൽ ആളുകൾ കുറവാണല്ലോ എന്ന് വിചാരിക്കുന്നെങ്കിൽ പിന്നെ ഇവൻ അള്ള വൃത്തിയാക്കൽ എങ്ങനെയാന്ന്? തീയോണ്ടാണ്. പിന്നെ ഓനെ ശരിയാക്കൽ എങ്ങനെയാന്ന്? തീ കൊണ്ട്. തൗബ ചെയ്താൽ രക്ഷപ്പെടും. അല്ലെങ്കിലോ പിന്നെ ഓനെ ശരിയാക്കൽ എങ്ങനെയാന്ന്? തീ കൊണ്ട്. അതിനാ നരകം എന്നറിയുന്ന സാധനം. നോക്ക് നിങ്ങൾ, ശിർക്കും തൗഹീദും, ശിർക്ക് ദുഷിച്ചത്, തൗഹീദ് മുന്തിയത്, അത് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലെ 29-ാമത്തെ ആയത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അതാണ് ലറബല്ലാഹു മസലൻ. അല്ലാഹു ഒരു ഉദാഹരണം വിവരിക്കുന്നു. പരസ്പരം കലഹിക്കുന്ന, ശണ്ട കൂടുന്ന, കുലുമാല് കൂടുന്ന കുറെ യജമാനന്മാർ, അവരെ കീഴിൽ പണിയെടുക്കേണ്ടതായ ഒരു അടിമ, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ശുറക്കാവ് മുത്തശാക്കിസൂന എന്നാ ഖുർആനിൽ പറഞ്ഞ്. പരസ്പരം കലഹിക്കുന്ന, ശണ്ട കൂടുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യത്തിൽ കഴിയുന്ന കുറെ യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരു അടിമ, സ്വസ്ഥതയില്ലാത്തവൻ. ബദ്രീങ്ങളെ പേടിക്കണം, മെയ്ദി ഷേഖിനെ പേടിക്കണം, ഉള്ളാ സയ്യിദ് മദനെ പേടിക്കണം, കോട്ടപ്പള്ളി ആണ്ടവരെ പേടിക്കണം, സിയാറത്തങ്കര പേടിക്കണം, ഏതൊക്കെ പേടിക്കണം? എല്ലാവരും പേടിക്കണം. ബേജാറാണ്. അടക്ക പോണം, പറയുകയും വേണം, തേടുകയും വേണം, ദ്വാരക്കയും വേണം. ഇതാണ് ശണ്ട കൂടുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരുത്തൻ, ഒരാൾക്ക് മാത്രം കീഴ്പ്പെടേണ്ടവൻ. അതാരാ? അള്ളാഹ്ക്ക് മാത്രം. അതെന്തേ? തൗഹീദായതുകൊണ്ട്. മറ്റതോ ശിർക്കായതുകൊണ്ടും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ തബ്രിയും തഫ്സീർ ഇബ്നു കസീറും തഫ്സീർ സഅദിയും എല്ലാ പണ്ഡിതന്മാരും ഇതൊന്നും ഉദ്ദേശം ശിർക്കും തൗഹീദും ആണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക്, ഒരു യജമാനന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് സമാധാനചിത്തനായി ജീവിക്കുന്ന മറ്റൊരുത്തനും. എന്നിട്ട് അള്ളാഹ് ചോദിക്കാന്ന്, ഇത് രണ്ടും ഉദാഹരണത്തിൽ സമമാകുമോ? ഇല്ല. ബൽ അക്സറുഹും അൽഹംദുലില്ലാഹി, അല്ലാഹുക്കാണ് സർവസ്തുതിയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ ഭൂരിപക്ഷവും കാര്യം അറിയുന്നില്ല. ഭൂരിപക്ഷവും ആദ്യം പറഞ്ഞ കൂട്ടത്തിലാണ്. ഭൂരിപക്ഷം എവിടെയാന്ന്? ആദ്യം പറഞ്ഞ കൂട്ടത്തില്. എന്നാ അതാണോ ശരി?
അല്ല, വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചതിന്റെ ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നീ ഇതിലേക്ക് പോകേണ്ടതില്ല. അതല്ല മാനദണ്ഡം. നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള മാനദണ്ഡം ജനങ്ങളുണ്ടോ, അധികമുണ്ടോ, ആധിക്യമുണ്ടോ എന്നത് അല്ല. അപ്പൊ എന്തു പറഞ്ഞു? തൗഹീദ്, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന മുവഹിദ് സ്വസ്ഥനാണ്. അവന്റെ എല്ലാ കാര്യം അവിടെ പറഞ്ഞാൽ മതി. മറ്റോനോ മക്കളുടെ ആണെങ്കിൽ ഒരുത്തി പോണം, പൈസ കിട്ടണമെങ്കിൽ വേറൊരുത്തിൽ പോകണം. കാരണം എന്താ? ഇതിനൊക്കെ ഓരോ സ്പെഷ്യലൈസ്ഡ് സ്ഥലങ്ങളാണ്, ഓരോ സ്പെഷ്യലൈസ്ഡ് സ്ഥലങ്ങളാണ്. നമ്മളോ റബ്ബന റബ്ബി റബ്ബന റബ്ബി അല്ലാഹുമ്മ, റബ്ബന റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഏകനായ റബ്ബിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാന ചിത്തനാകുന്നു. അതാണ് വസലം വറജുലൻ സലമൽ ലിറജുലിൻ. രണ്ടും ഉപമയിൽ സമമല്ല. അൽഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്ന് രണ്ടാമത്തെ ഒരു ഉപമ. അപ്പൊ എന്തേ പറഞ്ഞത്? പ്രമാണബദ്ധമായ തെളിവിൽ നിന്ന് ബുദ്ധി ഉപയോഗിക്കുമ്പോൾ തെറ്റേതാണ് ശരി ഏതാണ് എന്ന് അള്ളാഹ് വരച്ചു കാണിക്കുന്നത് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഉദാഹരണം എന്താ? സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്ത് 7:3. എന്തെന്നാ അള്ളാഹ് ചോദിക്കുന്നത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇതാ ഞാൻ ഒരു ഉപമ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ദ്വാരക്കുന്ന നിങ്ങളുടെ ഇലാഹുകൾ ഒന്നിനെയും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഞാൻ പടച്ച ഈച്ചന്റെ റബ്ബാരാ അള്ളാഹു. അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു തട്ടിപ്പറിച്ചെടുത്താൽ അത് രക്ഷപ്പെടുത്തി തിരിച്ചു പിടിക്കുവാനുള്ള കഴിവ് പോലും നിങ്ങൾ ഈ ദ്വാരക്കുന്ന ആളുകൾക്കില്ല. ആയത്തിന്റെ ആശയം അതാണ്. ഹജ്ജ് 73. മറിച്ചോക്കെ അതാ, ജനങ്ങളെ, ഇതാ ഒരു ഉപമ പറയാൻ, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന. ജനങ്ങളെല്ലാം ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് മണ്ടുന്ന ഓടുന്നത്. ശ്രദ്ധാപൂർവം കാത് കൂർപ്പിച്ച് കൽബ് തുറന്ന് കണ്ണ് തുറന്ന് സ്വർഗം ഓർത്ത് നിങ്ങൾ ചിന്തിക്കണം. ശ്രദ്ധിക്കണം. അതാ ഖുർആൻ പറഞ്ഞ് ഖുർആന്റെ പദാന്ന് അള്ളാഹ് പറഞ്ഞാന്ന്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്ന് അല്ല, ഒരു ഈച്ച ഒരു വസ്തു തട്ടിപ്പറിച്ചു പോയാൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാന്മാരിൽ നിന്ന്, മഹദികളിൽ നിന്ന്, ആലിഹത്തുകളിലേക്ക് ഇത് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ഈച്ചനെ പറയാൻ കാരണം മുഫസ്സിരീങ്ങൾ പറയുന്നത് ഒരു ചെറിയ വസ്തു ആയതുകൊണ്ട് ദ്വാരക്കുന്നവനും ദ്വാരക്കപ്പെടുന്നവനും രണ്ടും ദുർബലർ തന്നെ. അപ്പൊ ദുർബലന്മാരെ പിന്നാലെ പോവാതെ കവിയാകുന്ന, ശക്തനാകുന്ന, ഖദീറാകുന്ന റബ്ബിനെ മുറുകെ പിടിക്കുക, അതാണ് നന്മ എന്ന് ഈ ഉദാഹരണത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഹീദും ശിർക്കും ഉപമിച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ കൃത്യമായി നമുക്ക് അവസരം ലഭിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 73. അപ്പൊ എല്ലാത്തിനും കഴിവുള്ള അള്ളാനെ പിടിക്കുക, എന്നാ പിന്നെ വേറെ ആരെയും പിടിക്കണ്ട. തന്നെയുമല്ല, അള്ളാഹുവിന്റെ പുറമെയുള്ള നിങ്ങളുടെ ഈ ആരാധ്യർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അവർക്ക് ഈച്ച ഒരു വസ്തു തട്ടിപ്പറിച്ചു പോയാൽ അത് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ പോലും കഴിവില്ലാത്തവരാണ്. എന്നിരിക്കെ നിങ്ങൾ എന്ത് ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത്? അക്കഴിവില്ലാത്തവരോട് നിങ്ങൾ കാണിക്കുന്ന പ്രാർത്ഥന, തേട്ടം, ഇതെല്ലാം ബുദ്ധിശൂന്യതയാണ് എന്ന് അഖ്ലിയും നഖ്ലിയുമായ രീതിയിൽ, അഥവാ പ്രമാണത്തിലൂടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് ആയത്തിന്റെ തുടക്കം അങ്ങനെയാണ്. മനുഷ്യരെ, അതാണ് ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാര്, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നവര്, ചിന്തിക്കുന്നവര് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. അതുകൊണ്ടാണ്
ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പം മലായിക്കത്ത് വന്നിട്ട് നമ്മളോട് നീ നല്ലവനാണ് എന്ന് പറയുന്ന നല്ലവനായത് കൊണ്ട് നിനക്ക് എല്ലാവിധ അഭിവാദ്യവും. ഏതാ ആയത്ത്? ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച സൂറത്തുൻ നഹലിലെ 32-ാമത്തെ ആയത്ത്. മുത്തഖീങ്ങളെ വിശേഷണം അല്ലാഹ് ഇങ്ങനെ പറയാന്ന്. മുത്തഖീങ്ങളെ പറ്റി പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ യജ്സില്ലാഹുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ് അല്ലദീന, അവർ ആരാണെന്ന് അറിയുമോ? തതവഫാഹുമുൽ മലായികത്തു, മലക്കുകൾ അവരെ സമ്പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്, അഥവാ പിടിച്ചെടുക്കുകയാണ്. അവന്റെ ആത്മാവ് പിടിച്ചുകൊണ്ട് ഇവനെ വഫാത്താക്കുകയാണ്. അതാ യതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന, നല്ലവരായ നിലയിൽ, നല്ല റൂഹ്, നല്ല ജസദ്, നല്ല വിശ്വാസം, നല്ല കലാമ്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല സമ്പാദ്യം, എല്ലാം നല്ലവനായിരുന്നു നീ. അതുകൊണ്ട് ത്വയ്യിബീന, മാന്യന്മാരായി, വിശിഷ്ടരായി, നല്ലവരായി ജീവിച്ചവന് സലാമുൻ അലൈക്കും, നിനക്ക് സമാധാനമുണ്ട്, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ബേജാറാവണ്ട. ഉദ്ഖുലുൽ ജന്ന, നീ അതാ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചോ. നല്ലതല്ലായിരുന്നോ? അതെ, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക. ബിമാ കുന്തും തഅമലൂൻ, നീ നന്മ ചെയ്തുകൊണ്ട്, നീ നന്മ പ്രവർത്തിച്ചുകൊണ്ട്, അമൽ ചെയ്തത് കൊണ്ടാണ്. ബിമാ കുന്തും തഅമലൂൻ, അങ്ങോട്ട് കടന്നോ എന്ന്. തയ്യിബീന, നല്ലവരായ നിലയിൽ, വിശിഷ്ടന്മാരായ നിലയിൽ എന്ന് അള്ളാഹിന്റെ മലായിക്കത്തുവിനോട് പറയും എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹ്ലിലെ 32-ാമത്തെ ആയത്തിൽ പറയുകയുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് കാണാം, ഇങ്ങനത്തെ റൂഹ് പിടിക്കാൻ മലക്ക് എങ്ങനെ വരല്? സ്വർഗത്തു നിന്നുള്ള പഞ്ഞിയുമായി, കഫം പുടയുമായി. എന്നിട്ട് ഒട്ടും പരിഭ്രമിക്കാതെ അവന്റെ ആത്മാവ് പിടിച്ചിട്ട് ആ പഞ്ഞിയിൽ വെച്ച്, അതോടുകൂടെ, പഞ്ഞി എന്നുണ്ടെങ്കിൽ മനസ്സിലാകുമെന്നോ അതിലെ പരുത്തി മുറിയെല്ലാം കെട്ട ഉപയോഗിക്കുന്ന വസ്തു. അപ്പൊ പഞ്ഞി എന്ന് പറഞ്ഞാൽ അഥവാ സ്വർഗത്തിലെ സ്വർഗത്തിലെ കഫം പുടയിലേക്കാണ് അവനെ വെക്കുന്നത്. അവനോട് പറയുന്നത്, നീ നല്ലവനായിരുന്നില്ലേ, പേടിക്കണ്ട, പരിഭ്രമിക്കണ്ട, ഭയപ്പെടണ്ട, തഹയ്യറാവണ്ട, സ്വർഗത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയും. അതുകൊണ്ട് നല്ലത് മാത്രം, വിശ്വാസത്തിലും കർമ്മത്തിലും എല്ലാത്തിലും നല്ലത് മാത്രം നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നേരെ തിരിച്ചാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അല്ലാഹ് നല്ലവനാണ്. അല്ലാഹ് നല്ല അല്ലാണ്ട് ഒന്നും സ്വീകരിക്കില്ല. അല്ലാഹ് നല്ലതല്ലാതെ ഒന്നും സ്വീകരിക്കയില്ല. മറ്റൊരിടത്തിൽ ഖുർആൻ പറഞ്ഞത് സൂറത്തു സുമറിൽ തന്നെ അല്ലാഹ് പറഞ്ഞു, സലാമുൻ അലൈക്കും എന്ന് മലക്ക് പറയുന്നു ഇവനോട്. എന്നിട്ട് പറയുന്നു, ത്രിബുത്തുൻ, നീ നല്ലവനായിരുന്നില്ലേ, നീ നല്ലവനായിരുന്നല്ലോ, നീ വിശിഷ്ടനായിരുന്നല്ലോ, തൗഹീദുള്ളവനായിരുന്നല്ലോ, സുന്നത്തുള്ളവനായിരുന്നല്ലോ, സൽസ്വഭാവമായിരുന്നല്ലോ, അമലുകൾ ചെയ്തിരുന്നല്ലോ, നല്ലത് പറഞ്ഞിരുന്നല്ലോ. ത്രിബുത്തും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, ആ നിത്യ വസന്തം കളിയാടുന്ന ഐശ്വര്യ സമ്പൂർണമായ, അനുഗ്രഹ സമ്പൂർണമായ, ലാളിത്യത്തിന്റെ, ആസ്വാദനത്തിന്റെ, അനുഭവത്തിന്റെ സ്വർഗത്തിലേക്ക് നീ അങ്ങോട്ട് പ്രവേശിച്ചോ എന്ന് അവനോട് പറയും. അത് നമ്മളോട് പറയണമെങ്കിൽ പെരുത്ത് പണിയാണ്, അധ്വാനിക്കന്നെ വേണം, നമ്മൾ ചുഴിഞ്ഞന്വേഷിക്കന്നെ വേണം. എങ്കിൽ മാത്രമേ ആ മലക്കുകൾ നമ്മോട് പറയുന്ന അവസ്ഥ ഉണ്ടാവും. നരകത്തിൽ എത്തിയതിന് ശേഷം അള്ളാന്റെ ഒരു പറച്ചിലുണ്ട്. എന്താണെന്നറിയാം ഞങ്ങള്? നരകത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പം അദ്ഹബ്തും ത്വയ്യിബാത്തിക്കും, നിങ്ങൾ നിങ്ങളെ നല്ലതൊക്കെ പാഴാക്കി കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. എവിടെ വെച്ചിട്ട്? ഫീ ഹയാത്തിക്കും ദുനിയാ, ദുന്യവിയായ ജീവിതത്തിൽ നല്ലത് സമ്പാദിക്കേണ്ടതിന് പകരം, നല്ലത് വിശ്വസിക്കേണ്ടതിന് പകരം, നല്ല സ്വഭാവക്കാരനാവേണ്ടതിന് പകരം, നല്ല സംസാരിക്കേണ്ടതിന് പകരം, ഇബാദത്ത് എടുക്കേണ്ടതിന് പകരം നീ ദുഷിച്ചത് തെരഞ്ഞെടുത്തുകൊണ്ട് നല്ലതൊക്കെ പാഴാക്കി, ഇവൻ നശിപ്പിച്ച് പോക്കിക്കളഞ്ഞു. അതുകൊണ്ട് നീ അങ്ങനെ അഹങ്കരിച്ച് ആസ്വദിച്ച് ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപമാനകരമായ ശിക്ഷയായിരിക്കും നിനക്ക് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും. സൂറത്തുൽ അഹ്ഖാഫ് കാണാം.
നല്ലോല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? മനുഷ്യരെ എല്ലാവരും ഉറങ്ങുകയാണ്, മരിച്ചാൽ അവരൊക്കെ ഉണരും. അന്നാസു നിയാമുൻ ഫൈദാ മാതു ഇൻദബഹു. ജനങ്ങളൊക്കെ ഉറക്കിലാണ്. യഥാർത്ഥ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് മരിക്കുമ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, ബനു ആദമേ അഥവാ ആദം സന്തതികളെ, ദുനിയാവ് പിറകോട്ട് സഞ്ചരിക്കുകയാണ്, ആഖിറം മുന്നോട്ടും സഞ്ചരിച്ചു വരികയാണ്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ആളുകളുണ്ട്. അതുകൊണ്ട് ഫലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാവല്ല. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാവണം കേട്ടോ, നല്ലതിന്റെ ആളുകളാവണം കേട്ടോ, ആഖിറത്തിന്റെ ആളുകളാവണം കേട്ടോ, ഈ ദുനിയാവിന്റെ ആളുകളായി മാറല്ല. എന്നിട്ട് പറഞ്ഞു, കാരണം ഇന്ന് അമല്, നാളെ ഹിസാബ്. നാളെ ഹിസാബ്, അമലില്ല. അൽ യൗം അമലുൻ വലാ ഹിസാബ്. ദുനിയാവിൽ അമൽ മാത്രം, ഹിസാബില്ല. ഇവിടെ വിചാരണ ഉണ്ടോ? ഇവിടെ വിചാരണ ഇല്ലല്ലോ. ഓന്യമാതിരി ഇഷ്ടം പോലെ നടക്കാം, ഒരു പ്രശ്നവുമില്ല. പ്രശ്നം എവിടെയാണ്? നാളെ നാളെ ഹിസാബുൻ, വിചാരണയാണ്, വലാ അമൽ. പിന്നെ അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരണത്തോടുകൂടി അള്ളാന്റെ മലായിക്കത്തുകൾ നല്ലവന്മാരായി ഏറ്റെടുക്കുന്ന മുത്തഖീങ്ങളിൽ പെടാൻ വേണ്ടി നമ്മൾ കണഞ്ഞ് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.